ഹല്ലേലൂയ. അടുത്ത വചനം പറയുക, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് അപേക്ഷിച്ചു. ഹല്ലേലൂയ. ദൈവം നമുക്ക് മറുപടി നൽകിയില്ലേ? ആ ഒരു കാര്യത്തിന് ഇതുവരെ മറുപടി കിട്ടിയില്ലെന്ന് ഭാരപ്പെടുമ്പോൾ ആ കാര്യവും ദൈവം സാധിപ്പിക്കും. നെഹമ്യാവിന് ആ ഒരു കാര്യം സാധിപ്പിച്ചു എങ്കിൽ പ്രിയ ദൈവ പൈതല് നിശ്ചയമായി ആ കാര്യത്തിനും ദൈവം വിടുതൽ നൽകി മാനിക്കും. ഹല്ലേലൂയ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു. നമ്മൾ പലപ്പോഴും അപേക്ഷിക്കാറുണ്ട്, വല്ലാതെ അഭയയാചന കഴിക്കാറുണ്ട്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനം ഇതാണ്. ഫിലിപ്പിയർ ലേഖനം 4:6-7 പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. അപ്പോഴാണ് അടുത്ത വചനം പറയുന്നത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ ഒരു നിമിഷം ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ അരമണിക്കൂർ, അല്ലെങ്കിൽ 10 മിനിറ്റ് ദൈവസന്നിധി നമ്മുടെ ഭാരമിറക്കി വെക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സമാധാനം അനുഭവിക്കയില്ലേ? ഹല്ലേലൂയ. ദൈവം ഏറ്റെടുത്തെന്ന് നമുക്കൊന്ന് ബോധ്യമാകും. സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിച്ചപ്പോൾ ദൈവം പകർന്നതാണ്. എന്നാൽ സകല ബുദ്ധിയും, ഈ ലോകത്തിലെ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്തിലാണ് ദൈവം നമ്മെ നിറയ്ക്കുന്നത്, നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നത്, നമ്മുടെ നിലവുകളെ കർത്താവ് യേശു ക്രിസ്തുവിൽ കാക്കുമാറാക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വചനം പറയുകയാണ്, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. നമ്മൾ നോക്കുന്നത് ദൈവത്തിന്റെ മുഖത്തേക്കാണോ? പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്ക് നിന്ന് നോട്ടം മാറ്റിയിട്ട് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം വലുതായി തോന്നുന്നത്. ഹല്ലേലൂയ. മീഖ പ്രവാചകന്റെ പുസ്തകം 7:7 പറയുന്നു, ഞാനോ യഹോവയിലേക്ക് നോക്കും. അതെ, നമ്മുടെ നോട്ടം ദൈവത്തിങ്കലേക്കായിരിക്കണം. 123 സങ്കീർത്തനം പറയുന്നു, സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, ഞാൻ നിങ്കലേക്ക് എന്റെ കണ്ണുയർത്തുന്നു. നമ്മൾ ദൈവത്തിന്റെ മുഖത്തേക്കാണ് നമ്മുടെ കണ്ണുകളെ ഉയർത്തുന്നത്. ആ വചനത്തിൽ തന്നെ, ആ സങ്കീർത്തനത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നു ഒരു കാര്യം, ദാസന്മാർ യജമാനന്റെ കയ്യിലേക്കും ദാസിമാർ യജമാനത്തിയുടെ കയ്യിലേക്ക് നോക്കുന്നു. അവർ യജമാനന്റെ കയ്യിലേക്ക് നോക്കുന്നു, തങ്ങളുടെ കൂലി കിട്ടുവാൻ, തങ്ങളുടെ ചെയ്ത ജോലിക്ക് കൂലി കിട്ടുവാനാണ് കൈയിലേക്ക് നോക്കുന്നത്. പക്ഷെ നമുക്ക് നോക്കുവാൻ ദൈവത്തിങ്കലേക്ക്, ദൈവത്തിന്റെ മുഖം അന്വേഷിപ്പിനെന്ന് വചനം പറയുന്നത് പോലെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള മഹൽ ഭാഗ്യം ദൈവം നമുക്ക് തന്നിരിക്കുകയാ. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം ഇടവരുത്തുകയില്ല. നമ്മുടെ മുഖം നേരെ ദൈവത്തിങ്കലേക്കാണോ നോക്കിയിരിക്കുന്നത്, നിശ്ചയമായും നമ്മുടെ മുഖം ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ.